பாதுகாப்பு சுவர் இடிந்த அங்கன்வாடி ஆபத்தான நிலையில் உள்ளது. ராஜாக்காடு கிராம பஞ்சாயத்து சேலச்சுவட்டில் 2ஆம் நம்பர் அங்கன்வாடி தான் ஆபத்தாக தொடர்வது. பாதுகாப்பு சுவர் இடிந்ததன் காரணமாக ராஜாக்காடு கிராம பஞ்சாயத்து சேலச்சுவட்டில் 2ஆம் நம்பர் அங்கன்வாடி ஆபத்தாக மாறி நாட்கள் பல கடந்துள்ளன. 2018 மழைக்காலத்தில் தான் பாதுகாப்பு சுவரும் இடிந்து சேதமடைந்தது. அப்பொழுது கெட்டிடம் ஆபத்தாக தொடர்ந்தது. 7 குழந்தைகள் 30க்கும் மேற்பட்ட வாடிக்கையாளர்கள் இந்த அங்கன்வாடியின் கீழில் உள்ளனர். பாதுகாப்பு சுவரின் காரணமாக அங்கன்வாடியின் செயல்பாடுகளை பாதிக்கப்பட்டிருந்தது. பாதுகாக்க தேவையான நடவடிக்கை எடுக்க வேண்டும் என்ற கோரிக்கை வலுவடைந்தது. 2018 ഉണ്ടായ പ്രളയത്തിൽ അംഗൻവാടിയിൽ ഉണ്ടായിരുന്ന സംരക്ഷണ മതിൽ തള്ളിപ്പോവുകയും അംഗൻവാടി ചുറ്റും ഇടിഞ്ഞിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം 10-15 പരം പിള്ളേർ അവിടെ പഠിക്കുന്നതും 10-35 പരം ആളുകൾ ഗുണഭോക്താക്കളുമായിട്ടുള്ള ഒരു അംഗൻവാടിയാണ് നമ്മുടെ പന്നിയാർകുട്ടിയിലെ ചേലച്ചുവട്ടിലുള്ളത്, 13ആം വാർഡിലുള്ളത്. അംഗൻവാടി ഈ കാലശേഷം ഇത്രയും കാലമായിട്ടും പ്രളയത്തിലുണ്ടായ ഈ ഇടിവും ഒക്കെ ഉണ്ടായിട്ടും ഇതുവരെയും ആ അംഗൻവാടി ഒന്ന് നന്നാക്കുന്നതിനോ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനോ രായക്കാട് പഞ്ചായത്തിന്റെ ഭരണസമിതി തയ്യാറായിട്ടില്ല. നമുക്കറിയാം ഈ നാട്ടിൽ വികസനം ഒന്നും ചെയ്യാതെ തന്നെ ഈ വികസനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് നടക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയായി രായക്കാട് പഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2022-23 வருடத்தில் அங்கன்வாடி மெயின்டெனன்ஸில் உட்படுத்தி சேலச்சுவடு அங்கன்வாடிக்கு 16 லட்சம் ரூபாய் பஞ்சாயத்து அனுமதித்தது. பின்பு வார்டு மெம்பரையும் அறிவித்து அசிஸ்டன்ட் இன்ஜினியர் எஸ்டிமேட்டும் எடுத்து தொகை 4.50 லட்சமாக குறைக்கப்பட்டது. இதன் மூலம் யாரும் இந்த வேலையை ஏற்றெடுக்க முன்வரவில்லை. மாவட்ட பஞ்சாயத்து 5 லட்சம் ரூபாய் பண்டு கொடுக்கும் என்று அறிவித்தார்கள் என்றாலும் பஞ்சாயத்திற்கு தேவையான பண்டு இதுவரை அனுமதிக்கப்படவில்லை என்றும் தொகை கொடுக்கும். നമ്മുടെ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചേലച്ചുവട്ടിലെ അംഗനവാടി, അതായത് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ തന്നെ 2ആം നമ്പർ അംഗനവാടിയാണ്. ഏകദേശം 16 വർഷം പഴക്കമുള്ള ഒരു അംഗനവാടിയാണിത്. നമ്മുടെ 2018 ഫ്ലഡിൻ്റെ ഭാഗമായി നമ്മുടെ അംഗനവാടിയിലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു പോവുകയും ചുറ്റുമതിൽ ഇടിഞ്ഞു താഴുകയും നിലവിലെ കെട്ടിടം വളരെ അപകടാവസ്ഥയിലായൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. തൽഫലമായി ഞാൻ ജനപ്രതിനിധിയായി വന്നത് മുതൽ നിരന്തരം ഇതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നുവെങ്കിലും 2022-23 വർഷക്കാലം ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുകയും അത് തൻ പ്രകാരമായി ഒരു 16 ലക്ഷം രൂപ ഈ അംഗനവാടിക്ക് അനുവദിക്കുകയുണ്ടായി. തൽഫലമായി എസ്റ്റിമേറ്റ് എടുത്ത് പോയതിന് ശേഷം ഇതിൻ്റെ പേപ്പർ വർക്കുകൾ നീങ്ങി വന്നറിയുന്നതിന് വേണ്ടി ഞാൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ പഞ്ചായത്തിൻ്റെ ഈ പോരാതെ AXI വന്ന അതിൻ്റെ എസ്റ്റിമേറ്റ് വീണ്ടും പുനഃക്രമീകരിക്കണമെന്ന് പറഞ്ഞ പ്രകാരം അപ്പം ഞാൻ അറിയിക്കുകയുണ്ടായി. അപ്പോൾ എസ്റ്റിമേറ്റ് പുനഃക്രമീകരിക്കുമ്പോൾ എന്നെ അറിയിക്കണമെന്ന്. എന്തായാലും എന്നെ അറിയിക്കാതെ തന്നെ AXI വന്ന് ആ എസ്റ്റിമേറ്റ് പൊളിച്ചെഴുതുകയും 4.5 ലക്ഷം രൂപയായിട്ട് അത് ചുരുക്കി എസ്റ്റിമേറ്റ് ഇടുകയും ചെയ്തു. തൽഫലമായി ഈ 2022-23 വർഷക്കാലം ഒരു കോൺട്രാക്ടറും അത് എടുക്കാനില്ലാതെ അത് സ്പിൽ ഓവർ ആകാണ് ഉണ്ടായത്. ஒரு வேலை கூட இதுவரை இங்கு நடைபெறவும் இல்லை. 2018 முதல் எல்லா கிராம சபைகளிலும் ஒர்க்கிங் கமிட்டிகளும் தேவையை முன்வைக்கப்பட்டது என்றாலும் ஆபத்தான நிலையில் உள்ள இந்த அங்கன்வாடி கட்டிடத்திற்கு சாப விமோசனத்திற்கு எந்தவித நடவடிக்கையும் இல்லை. நியூஸ் பீரோ கட்டப்பனை.